2025 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികർ ലോകരക്ഷകനായ ക്രിസ്തുവിന് ജനിക്കാനായി അവരുടെ വീടുകളിൽ സ്ഥലം കൊടുത്തില്ല. യൗസേ പിതാവ് വീടായ വീടെല്ലാം കയറിയിറങ്ങിയെങ്കിലും ആരും ദൈവപുത്രൻ്റെ വരവിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഇന്ന് നാം ചെയ്യുന്നതോ അവന് പിറക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇടം കൊടുക്കുന്നില്ല എന്ന സത്യമാണ്. വീടുകളിലും റോഡുകളിലും പള്ളികളിലുമെല്ലാം പുൽക്കൂടുകൾ ഒരുക്കുമ്പോൾ നാം സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1000 പുൽക്കൂടുകൾ നാം പണിതാലും നമ്മുടെ ഹൃദയമാവുന്ന പുൽക്കൂട്ടിൽ ഉണ്ണി വന്ന് പിറക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ സർവ്വ അധികാരങ്ങളും സമ്പത്തും വിണ്ണുമൊക്കെ വിട്ട് ഈ ഒരു കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയെ സ്വന്തം ജീവിതത്തിൽ ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറയും. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ജനിക്കുകയും എന്നോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്നുവെന്ന് നാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെയൊക്കെ ക്രിസ്തുമസ് സങ്കടത്തിൻ്റെയും വിഷമങ്ങളുടെയും കനൽ നിറഞ്ഞ ദിവസമായി മാറും. ജനിക്കാൻ സത്രത്തിൽ ഒരിടവും ലഭിക്കാതെ കാലിത്തൊഴുത്തിൽ പിറക്കുന്ന രക്ഷകൻ ഇന്ന് നമ്മുടെ ഹൃദയവാതിക്കൽ വന്നു മുട്ടുമ്പോൾ, അന്ന് അവൻ്റെ മുൻപിൽ എല്ലാ ഭവനങ്ങളും കുട്ടിയടച്ചതുപോലെ നമ്മുടെ ഹൃദയവും മനസ്സുമൊക്കെ അവൻ്റെ മുൻപിൽ അടയ്ക്കപ്പെടുകയാണോ ചെയ്യുന്നത്?